സ്റ്റാർട്ട് ചെയ്തോളൂ. സായിരാം. ഓ ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഇന്ന് ഞങ്ങളുടെ യജ്ഞത്തിലേക്ക് അതിഥിയായി വരുന്നത് തിരുവനന്തപുരത്തുള്ള പ്രൊഫസർ ശശികല എന്നവരാണ്. സായിറാം. പ്രൊഫസർ ശശികല സത്യസായി വാണി വായിച്ചോളൂ. സായിരാം. ഇന്നത്തെ ദിവസം ഗുരുവായൂർ ഏകാദശി. ഇതുപോലൊരു ദിവസം ഭഗവാന്റെ ലീലകളെ കുറിച്ച് സംസാരിക്കാൻ സാധിച്ചതിൽ വളരെ വളരെ സന്തോഷം. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഒപ്പം ഇതുപോലുള്ള യജ്ഞങ്ങൾ തുടങ്ങാനും അത് മനോഹരമായി നടത്തിക്കൊണ്ടുവരാനും മനസ്സ് കാണിക്കുന്ന ഇതിന്റെ പിന്നിലുള്ള ഭഗവാന്റെ പ്രിയ ഭക്തരോടുള്ള സ്നേഹം അറിയിക്കുകയാണ്. ആയുരാരോഗ്യ സൗഖ്യത്തിനു വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. സത്യസായി വാണി 3-ാം ഭാഗത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ കുറച്ച് ലൈൻസ്, സെലക്ടഡ് ലൈൻസ് ആണ് ഞാൻ വായിക്കുന്നത്. പൂർവകാലങ്ങളിൽ അവതാരങ്ങൾ ലോകോപദ്രവകാരികളായ ദുഷ്ടന്മാരെയും രാക്ഷസന്മാരെയും നശിപ്പിച്ച് ലോകത്തെ സംരക്ഷിച്ചു. എന്നാൽ ഇപ്പോഴാകട്ടെ ഓരോ ഹൃദയത്തിലും ദുഷ്ടതയും വഞ്ചനയുമാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഒരാളും ആ മലിനത വിട്ടവരല്ല. എല്ലാവരും ഏറെക്കുറെ ദുഷ്ടതയുള്ളവരായതിനാൽ ഓരോരുത്തരെയും ഉപദേശിച്ച് ശരിയായ വഴിക്ക് നയിക്കുകയാണ് ആവശ്യം. ഓരോ ജീവിയും മാധവനെ പ്രാപിച്ച് അദ്ദേഹത്തിൽ ലയിക്കേണ്ട തീർത്ഥയാത്രക്കാരനാണ്. എങ്കിലും മിക്കവരും വഴിമറന്ന് അങ്ങുമിങ്ങും അലഞ്ഞുകൊണ്ട് വിലയേറിയ സമയം നഷ്ടപ്പെടുത്തുന്നു. മാനവൻ മാധവനായി തീരണം. മറ്റൊരു ജന്തുവിനും ഇല്ലാത്ത വിവേകമാകുന്ന വാളും വൈരാഗ്യമാകുന്ന പരിചയം മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ളതിന്റെ ഉദ്ദേശം അതാണ്. ഓരോ ജന്മത്തിലും സംഭരിച്ചു വെക്കുന്ന വാസനകളോട് കൂടിയ ജന്മ പരമ്പരകളെ നിരൂപണം ചെയ്യാനുള്ള കഴിവ് മനുഷ്യന് മാത്രമേ ഉള്ളൂ. ഒരു സ്വപ്നത്തിൽ നിങ്ങൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നവയ്ക്ക് നിങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നവയാണ് അടിസ്ഥാനം. അതുപോലെ ഈ ജീവിതത്തിൽ നിങ്ങൾ കാണുന്നതും അനുഭവിക്കുന്നതും എല്ലാം നിങ്ങളുടെ പൂർവ്വ ജന്മങ്ങളിലെ അനുഭവങ്ങളെ ആധാരമാക്കിയിരിക്കും. വേദസാരങ്ങൾ നിസ്സാരമായി തള്ളേണ്ടവയല്ല. അത് ഭഗവാന്റെ തന്നെ ആധികാരിക സ്വരത്തിൽ പുരാതന കാലത്തെ പുണ്യാത്മാക്കൾ കേട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. തനിക്ക് നല്ലതേത്, തനിക്കും അന്യർക്കും ബുദ്ധിമുട്ടിന് ഇടയാകാതെ സ്വന്തം ഭാവി രൂപീകരിക്കുന്നത് എങ്ങനെ എന്നെല്ലാം അറിയാൻ ഒരു മനുഷ്യനെ അനേക ജന്മങ്ങൾ തന്നെ എടുക്കേണ്ടി വന്നേക്കും. അതിനാൽ കാരുണ്യം കൊണ്ട് ആർദ്ര ഹൃദയരായി സർവരുടെയും മുക്തിപദം പ്രകാശിപ്പിക്കുന്ന ഋഷിമാരുടെ അനുഭവത്തെ വിശ്വസിക്കുന്നതാണ് ഉത്തമം. ഈ അനുഭവം വേദങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. വേദങ്ങളിലുള്ള വിശ്വാസം ഹൃദയത്തെ ഉഴുതു നനച്ച് സാർവത്രിക പ്രേമമാകുന്ന വിളവെടുക്കാറാക്കുന്നു. അടിപിഴയ്ക്കാതിരിക്കാൻ ശാസ്ത്രങ്ങൾ നിങ്ങൾക്ക് മുന്നറിവ് തരും. ബുദ്ധിമുട്ടുകളിൽ അവ നിങ്ങളെ സഹായിക്കും. കഷ്ടത്തിൽ ധൈര്യപ്പെടുത്തും. ധാർമ്മികമായ വിഷയങ്ങളിൽ അവ ശരിയായ സമാധാനം നൽകും. വസ്ത്രം, ഭക്ഷണം, സംഭാഷണ രീതി, സാമുദായിക നടപടിക്രമം, അന്യോന്യം പെരുമാറേണ്ട രീതി, മുന്നോട്ട് പോകാനുള്ള വഴി, ഇതെല്ലാം അവ കുറിച്ചു വെച്ചിട്ടുണ്ട്. സമുദായത്തിന്റെ മനസാക്ഷിയാണ് അവ. ഈ പ്രശാന്തി നിലയത്തിലും ചില അതിരുകളൊക്കെ വെച്ചിട്ടുണ്ട്. സമയം ഉപയോഗപ്രദമായി ചെലവഴിക്കാൻ ചില ചിട്ടകളും ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ദീർഘകാലം താമസിക്കുന്നവരും പുതുതായി വരുന്നവരും എല്ലാം അതൊക്കെ അനുസരിച്ചേ പറ്റൂ.
നിങ്ങൾ എല്ലാവരും ഇവിടെ താമസിച്ച് എന്നെ കാണുകയും എന്റെ പ്രഭാഷണങ്ങൾ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് എന്താണ് ലാഭം എന്ന് ഞാൻ ചോദിക്കട്ടെ? നിങ്ങൾക്ക് ഒരു മാറ്റവും വരാതെ ഒന്നും ഉള്ളിൽ തട്ടാതെയാണോ മടങ്ങിപ്പോകുന്നത്? നായ്ക്കൾ കരിമ്പ് കടിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതിനു പകരം അവ എല്ലാണ് തേടുക. ദൈവം, നന്മ, സാധന, സാക്ഷാത്കാരം ഇവയെ പറ്റിയെല്ലാം സംസാരിക്കുന്ന സമയത്ത് നിർഭാഗ്യവാന്മാർ പിന്നോക്കം തിരിയും. ആധ്യാത്മിക ജീവിതത്തിന്റെ പവിത്രതയിലേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ വലിച്ചുകൊണ്ട് വരികയാണ് വേണ്ടത്. ലോകത്തിന്റെ ഇടുക്കു വഴികളിൽ നിന്നും ചെറ്റപ്പുരകളിൽ നിന്നും പിന്തിരിഞ്ഞ് ശ്രേഷ്ഠമായ ഈശ്വര മാർഗത്തിലൂടെ യാത്ര ചെയ്യണം. സദാ ഈശ്വര മഹിമയിലാണ്ടാൽ നിങ്ങളും പ്രകാശിക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഭയം അകറ്റാനുള്ള നിശ്ചിത മാർഗമാണ് സത്യാനുഷ്ഠാനം. സത്യം കൊണ്ട് കുതിർന്ന ഹൃദയത്തിൽ മാത്രമേ പ്രേമത്തിന് വളരാൻ കഴിയൂ. നാഗയൻ ത്യാഗയന്റെ വേഷം കെട്ടി അഭിനയിക്കുകയായാലും താൻ നാഗയനാണെന്നുള്ള ബോധം അയാൾക്കുണ്ടാകും. ഞാൻ ത്യാഗയന്റെ വേഷം കെട്ടി അഭിനയിക്കുന്നു എന്ന് അയാൾ പറയും. ഇനി കുറച്ചുകൂടി കടന്നാലോചിച്ചു നോക്കൂ. നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ പേര് പുല്ലയ്യ എന്നോ തിമ്മയ്യ എന്നോ മല്ലയ്യ എന്നോ എന്തായാലും നിങ്ങൾ ആ പേരിൽ അഭിനയിക്കുന്ന നാരായണ സ്വരൂപമാണെന്ന് പറയണം. അതുപോലെ ഓരോ വ്യക്തിയും നാരായണനാൽ അഭിനയിക്കപ്പെടുന്ന വേഷമാണ്. രചകനായി വസ്ത്രം അലക്കുന്നതും, ആശാരിയായി മരപ്പണി ചെയ്യുന്നതും, കൊല്ലനായി ഇരുമ്പ് പണി ചെയ്യുന്നതും, കുശവനായി പാത്രങ്ങൾ ഉണ്ടാക്കുന്നതും എല്ലാം നാരായണൻ തന്നെ. അദ്ദേഹത്തിന്റെ മഹിമ ഒരിക്കലും നശിക്കാത്തതാണ്. അവതാരവും മറ്റൊരു ഉദ്ദേശത്തിനു വേണ്ടി അദ്ദേഹം എടുക്കുന്ന വേറൊരു വേഷം തന്നെ. സന്യാസിമാരും യോഗികളും അവതാരത്തിനായി അക്ഷമരായി കാത്തിരിക്കുമ്പോൾ ഭഗവാൻ അവതരിക്കുന്നു. സാധുക്കൾ പ്രാർത്ഥിച്ചു, ഞാൻ വന്നു. ഞാൻ രണ്ടു കാര്യങ്ങൾക്കായിട്ടാണ് വന്നിരിക്കുന്നത്: വേദരക്ഷണവും ഭക്തരക്ഷണവും. എന്താണ് ഭക്തി? ഭക്തന്മാർ ആരാണ്? വിശ്വാസം, സ്ഥിരത, സദ്ഗുണം, നിർഭയത, ആശ്രയം, അഹങ്കാര രാഹിത്യം ഇതെല്ലാം ഭക്തന്മാർക്കുണ്ടാകണം. ആർഭാടപൂർവ്വം പൂജ ചെയ്യുന്നതെല്ലാം സമയവും ശക്തിയും പാഴാക്കലാണ്. പൂക്കളെ പറിച്ച് നശിപ്പിച്ചിട്ട് എന്ത് ഫലം? നിങ്ങളിൽ ചിലർ നിലയത്തിന് ചുറ്റും നടന്ന് കുറെ പ്രദക്ഷിണം വെച്ച് തന്നെത്താൻ തൃപ്തിയടയുന്നു. പക്ഷേ നിങ്ങളുടെ പാദങ്ങൾക്കൊപ്പം മനസ്സും ചുറ്റുകയാണെങ്കിൽ മാത്രമേ അങ്ങനെ സമാധാനിക്കാൻ കഴിയൂ. സ്വാഭാവികമായി പാദങ്ങൾ ചലിച്ചുകൊണ്ടിരുന്നാലും ആ സമയത്ത് നിങ്ങളുടെ നാവ് അന്യര് ദുഷിച്ചിട്ടോ അല്ലെങ്കിൽ പച്ചക്കറികളുടെ വിലയും അതുണ്ടാക്കേണ്ട രീതികളും വെറുപെടുത്തിട്ടോ ഇരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. പ്രദക്ഷിണത്തിന് പുറപ്പെടും മുമ്പ് ക്ഷേത്രവാസിയായ ഭഗവാന് നിങ്ങളുടെ മനസ്സ് ദക്ഷിണയായി കൊടുക്കണം. ആദ്യം ചെയ്യേണ്ടത് അതാണ്, അതൊന്നു മാത്രം. പ്രദക്ഷിണം അവയവങ്ങൾക്ക് അയവ് വരുത്താനുള്ള ഒരു വ്യായാമമായി എടുക്കേണ്ടതല്ല. ഈ നിലയത്തെ അല്പം പോലും അനാദരിക്കരുത്. ഈ സന്ദർഭത്തെ നിസ്സാരമായി കരുതരുത്. ഇവിടുത്തെ താമസം നിങ്ങൾ ഏറ്റവും ഉപയോഗപ്രദമാക്കി തീർക്കണം. വളരെ പണം ചിലവാക്കിയും ബുദ്ധിമുട്ടുകൾ സഹിച്ചുമാണ് നിങ്ങൾ ഇവിടെ എത്തുന്നത്. പക്ഷേ സാധനാ മാർഗത്തിൽ നിങ്ങളുടെ മനസ്സിനെ ഭഗവാന്റെ പാദത്തിൽ സൗരഭ്യ നിവേദനമാക്കാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല. ഇന്ദ്രിയങ്ങളെ ആത്മാവിന്റെ അനുസരണയുള്ള ദാസന്മാരാക്കണം. ഞാനിവിടെ നിശബ്ദതയ്ക്ക് നിർബന്ധം വെച്ചിട്ടുള്ളത് അതിനൊരു ഉദാഹരണമാണ്. സംസാരം കുറയ്ക്കുകയും സംസാരിക്കേണ്ടപ്പോൾ അത് പതുക്കെയാവുകയും വേണം. നിങ്ങളുടെ പ്രശ്നങ്ങളും ദുഃഖങ്ങളും ആവശ്യങ്ങളും എല്ലാം അന്യരിൽ വെച്ച് കെട്ടുന്നത് എന്തിന്? അവരും അവരുടെ സ്വന്തം ഭാരങ്ങളോടുകൂടി ഇവിടെ വന്നിട്ടുള്ളവരാണ്. നിങ്ങളുടെ വിഷമങ്ങളൊക്കെ കേട്ട് സമാധാനിപ്പിക്കാൻ ഞാനുണ്ട്. ഈശ്വര ധ്യാനം ചെയ്യുന്നവരെയും നാമം എഴുതുന്നവരെയും നിങ്ങൾ ഉച്ചത്തിൽ ശബ്ദിച്ച് ശല്യപ്പെടുത്തരുത്. സാധിക്കുന്ന പക്ഷം നിങ്ങൾ ശാന്തമായൊരു ദിക്കിൽ ഒറ്റയ്ക്കിരുന്ന് ധ്യാനിക്കുകയും ആധ്യാത്മിക പുസ്തകങ്ങൾ വായിക്കുകയും നാമം എഴുതുകയും ചെയ്യണം. ഇതൊന്നും കഴിയില്ലെങ്കിൽ അത് ചെയ്യുന്നവരെ ശല്യപ്പെടുത്താതിരിക്കുകയെങ്കിലും ചെയ്യണം. ഈ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ അന്യോന്യം പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. സായിരാം. സായിറാം. ശശികല അനുഭവം പറഞ്ഞു. സായിറാം. സായിരാം. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് സായിരാം. നമ്മളുടെ ഭക്തിയും വിശ്വാസവും ഉറപ്പിക്കാനായി ഭഗവാൻ ചിലപ്പോൾ നമുക്ക് ചില പരീക്ഷണങ്ങളൊക്കെ തന്നെന്ന് വരും. ഒരുപക്ഷെ അതൊക്കെ നമ്മൾ പോലും മറന്നുപോയ ചില നമ്മളുടെ പ്രാർത്ഥനകളെ സഫലമാക്കാൻ വേണ്ടിയുള്ള മുന്നൊരുക്കവുമായിരിക്കാം. എന്തൊക്കെ പറഞ്ഞാലും ഇതിൻ്റെയൊക്കെ അവസാനം നമുക്ക് ഭഗവാന്റെ അപാരമായ സ്നേഹവും കരുതലും മനസ്സിലാക്കി തരും. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായ ഒരു അനുഭവം ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാം. ഭഗവാന്റെ ലീലകളെ കുറിച്ച് സംസാരിച്ചാൽ
നമുക്ക് സമയം പോകുന്നത് അറിയില്ല, ഒരുപാട് നീണ്ടുപോയേക്കും. അതുകൊണ്ട് തന്നെ പറയേണ്ട പോയിന്റ്സ് ഞാൻ ഒന്ന് കുറിച്ചു വെച്ചിട്ടുണ്ട്. സായിരാം. അന്ന് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം, ഒരു ദിവസം അച്ഛൻ ഓഫീസിൽ നിന്ന് വന്ന് വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് വന്നത്. ഞങ്ങളെല്ലാം പിടിച്ച് ഫ്രണ്ടിൽ ഇരുത്തി പറഞ്ഞു, പുട്ടപർത്തിയിലെ സത്യസായി ബാബ സായിറാം വീഡിയോയിൽ വരൂ. സായിരാം വീഡിയോയിൽ വരൂ. വീഡിയോ ഓൺ ചെയ്തോളൂ. പുട്ടപർത്തിയിലെ സത്യസായി ബാബ ഈശ്വരന്റെ അവതാരമാണ്. തെളിവുകൾ സഹിതം വിവരിച്ചു. അച്ഛന്റെ ഒരു ഫ്രണ്ടിന്റെ അനുഭവങ്ങളും ഭഗവാന്റെ അത്ഭുത കഥകളും ഒക്കെ പറഞ്ഞ് അച്ഛൻ വാചാലനായി. അല്ലെങ്കിലും അച്ഛന്റെ വാക്കുകൾ നമുക്ക് വേദവാക്കുകളായിരുന്നു. അങ്ങനെ അന്നു മുതൽ സത്യസായി ബാബ ഞങ്ങളുടെ ഈശ്വരനായി. പിന്നീട് അങ്ങോട്ട് ധാരാളം അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ഒപ്പം പരീക്ഷണങ്ങളും നടന്നിട്ടുണ്ട്. 1986-87 കാലഘട്ടം എനിക്ക് വിവാഹം ആലോചിക്കുന്ന സമയം. അപ്പോ ഞാൻ സ്വാമിയുടെ അടുത്ത് പൂജാമുറിയിൽ കയറി പടത്തിന് മുന്നേ പ്രാർത്ഥിച്ചു, ഭഗവാനെ എനിക്ക് ഒരു സായി ഡിവോട്ടിയെ തന്നെ അവിടുന്ന് കണ്ടുപിടിച്ച് തരണേ സ്വാമി. ഇതായിരുന്നു എന്റെ പ്രാർത്ഥന. അധികം താമസിയാതെ വിവാഹം നിശ്ചയിച്ചു. പക്ഷെ സായി ഡിവോട്ടി ആയിരുന്നില്ല. എങ്കിലും ഭഗവത് ഇച്ഛയല്ലേ എന്നോർത്ത് ഞങ്ങൾ സമാധാനിച്ചു. ഒരു കാര്യം അപ്പോഴും പ്രാർത്ഥിക്കാൻ മറന്നില്ല. ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, സ്വാമി വിവാഹം കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ അവിടുത്തെ ഉത്തമ ഭക്തനാക്കി മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചു. വിവാഹം കഴിഞ്ഞു. ഞാൻ വളരെയധികം പരിശ്രമിച്ചു. ഞങ്ങൾക്കുള്ള അനുഭവങ്ങളും ഭഗവാന്റെ അത്ഭുത ലീലകളും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ അദ്ദേഹത്തെ വളരെയധികം ശ്രമിച്ചു. തർക്കിക്കാനൊന്നും വന്നില്ല. എങ്കിലും ഇതൊക്കെ അങ്ങോട്ട് സ്വീകരിക്കാൻ അല്പം ബുദ്ധിമുട്ടായിരുന്നു. 1 വർഷം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നമുക്ക് പുട്ടപർത്തിയിലൊന്ന് പോയാലോ. അപ്പൊ എനിക്ക് തോന്നി, പുട്ടപർത്തി പോയി ഭഗവാനെ ദർശിച്ചാൽ തീർച്ചയായും ഇദ്ദേഹം മനസ്സ് മാറും, ഭഗവാന്റെ ഡിവോട്ടി ആകും എന്നൊരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ നമുക്കറിയാം, പുട്ടപർത്തിയിൽ കാല് കുത്തണമെങ്കിൽ ഭഗവാന്റെ കോൾ ലെറ്റർ വേണം. അതുകൊണ്ട് അത് നടക്കാതെ പോയി. സത്യത്തിൽ എനിക്ക് വളരെയധികം ദുഃഖവും നിരാശയും ഒക്കെ തോന്നി. കാരണം ഭഗവാൻ ഭൂമിയിൽ അവതരിച്ച് ജീവിക്കുന്ന സമയം, ഒപ്പം ജീവിക്കാൻ അവസരം കിട്ടിയിട്ട്, അതും ഒരു 2 ദിവസത്തിനുള്ളിൽ യാത്ര ചെയ്താൽ ഭഗവാന്റെ അടുത്ത് എത്താൻ അത്രയ്ക്ക് അടുത്ത് താമസിക്കുന്ന നമുക്ക് അതിന് സാധിച്ചില്ല എങ്കിൽ അതിലും വലിയ ഒരു ദൗർഭാഗ്യം മറ്റെന്താണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ദുഃഖം ഉണ്ടായിരുന്നു. ഒടുവിൽ ഞാൻ അത് ഭഗവാനെ തന്നെ ഏൽപ്പിച്ചു. ഇതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഒരു വിചാരമുണ്ട്, നമ്മൾ വിചാരിച്ച അദ്ദേഹത്തിനെ ഡിവോട്ടി ആക്കാം എന്നൊക്കെ. ഇല്ല, അത് ഭഗവാൻ തന്നെ വിചാരിക്കണം. ഒടുവിൽ ഞാൻ ആ ദൗത്യം സ്വാമിക്ക് തന്നെ വിട്ടു. 1990, അതായത് വിവാഹം കഴിഞ്ഞ 2 വർഷത്തിന് ശേഷം ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി. 28-ന് നൂലുകെട്ട്. അപ്പൊ ചടങ്ങ് കഴിഞ്ഞപ്പോ ബന്ധുക്കൾ കുഞ്ഞിന് ആഭരണങ്ങളൊക്കെ സമ്മാനിച്ചു. മാലയും വളയും തളകളും മോതിരവും ഒക്കെ അണിയിച്ചു. ഇതിനിടയിൽ കുഞ്ഞ് ഉറങ്ങിപ്പോയി. കുഞ്ഞിനെ അകത്തുള്ള കട്ടിലിൽ കൊണ്ട് കിടത്തി. ഇടയിൽ അവനൊന്ന് ചുമച്ചു, പിന്നെയും ഉറങ്ങി. അപ്പൊ ആഭരണങ്ങളെല്ലാം മാറ്റാനായിട്ട് മാറ്റി തുടങ്ങി. അപ്പോഴാണ് അറിയുന്നത് ഒരു മോതിരം കാണുന്നില്ല. ചടങ്ങിന് ശേഷം റൂമിൽ കൊണ്ട് കിടത്താൻ 2-3 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും. ആ സമയം കൊണ്ട് അതിലൊരു മോതിരം ഈ കുഞ്ഞ് വിഴുങ്ങി. അപ്പോഴായിരിക്കണം ചുമച്ചിട്ടുള്ളത്. ഇതെങ്ങനെ ഇത്ര അനായാസം 28 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ ചെറിയ തൊണ്ടയിലൂടെ കടന്നുപോയി എന്ന് വിശ്വസിക്കാൻ സത്യത്തിൽ സാധിച്ചില്ല. താഴെ പോയതായിരിക്കും എന്ന് പറഞ്ഞ് വീട് മുഴുവനും തപ്പി. ഒരിടത്തൊന്നും മോതിരം കണ്ടുപിടിക്കാനായി. ഒടുവിൽ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു. അപ്പൊ കൊച്ചു കുഞ്ഞിന്റെ കയ്യിൽ മോതിരം ഇട്ട് കൊടുത്തതിന് ഡോക്ടർ കണക്കിന് ശകാരിച്ചു.
എന്തായാലും അത് കേൾക്കുക തന്നെ, കാരണം നമുക്ക് തെറ്റ് നമ്മുടെ ഭാഗത്താണല്ലോ. എന്തായാലും കുഞ്ഞ് പാല് കുടിക്കുന്നുണ്ടല്ലോ, അപ്പോ കുഴപ്പമൊന്നുമില്ല. ഞാൻ വയറിളകാനായിട്ടൊരു മരുന്ന് തരാം. അപ്പം വയറിനകത്ത് ഉണ്ടെങ്കിൽ മോഷനിലൂടെ അത് പോകും. അപ്പൊ മോഷൻ കൊണ്ട് കളയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞു. വീട്ടിലെത്തി. വളരെ ആഘോഷത്തോടെ തുടങ്ങിയ ഒരു ചടങ്ങാണ്. പക്ഷെ എല്ലാവരും വളരെ ദുഃഖത്തിലായി. ഞങ്ങൾ ആരും തന്നെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. രാത്രി റോഡ് വൈകിട്ടും ആരും ഒന്നും ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുക. ഈ സമയം വിഷമിച്ചിരിക്കുന്ന എന്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, ഞാൻ അവസരം മുതലെടുക്കാന്ന് വിചാരിച്ചു. ഒരു കാര്യം ചെയ്യൂ, നമുക്ക് ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കാം. സായിരാം സായിരാം എന്ന് ജപിച്ചിരിക്കൂ. ഭഗവാൻ ഒരു വഴി ഉണ്ടാക്കും. നമുക്ക് ഇവനെ 6-ാം മാസത്തിൽ പുട്ടപ്പർത്തിയിൽ കൊണ്ടുപോയി ഭഗവത് സന്നിധിയിൽ ചോറൂണ് നടത്താം. സത്യനാരായണൻ എന്ന് പേര് വിട്ടു. അങ്ങനെ ഇദ്ദേഹം സായി നാമം ജപിക്കാൻ തുടങ്ങി. സായിരാം പറഞ്ഞ് ഇരിക്കാൻ തുടങ്ങി. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. കുഞ്ഞ് മോഷൻ പോയി. അതിനകത്തുനിന്ന് ആ മോതിരവും കിട്ടി. ഇത് തന്നെ ധാരാളം മതിയായിരുന്നു ഹസ്ബൻഡിനെ ഒരു നല്ല സായി ഡിവോട്ടി ആക്കാനായിട്ട്. നോക്കൂ, എന്റെ ഒരു ന്യായമായ ആഗ്രഹം, പ്രാർത്ഥന സാധിച്ചു തരാൻ ഭഗവാനെ ഞങ്ങളെ ഒന്നും ദുഃഖിപ്പിക്കേണ്ടി വന്നു എന്ന് മാത്രം. ഇവിടം കൊണ്ടിത് തീരുന്നില്ല. 6-ാം മാസത്തിൽ കുഞ്ഞൂണിനായി ഞങ്ങൾ പുട്ടപ്പർത്തിയിലേക്ക് യാത്രയായി. അമ്മയും അഞ്ചത്തിയും ഹസ്ബൻഡും ഹസ്ബൻഡിന്റെ ബ്രദറും ഒക്കെ ഉണ്ടായിരുന്നു. 7 ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്ത് പോയത്. അപ്പൊ റൂമൊന്നും കിട്ടിയില്ല, ഷെഡിലാണ് താമസിച്ചത്. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് മണ്ണെണ്ണ സ്റ്റോവൊക്കെ കത്തിച്ച് ചോറ് വയ്ക്കും. കുഞ്ഞിനെ കുളിപ്പിച്ച് റെഡിയാക്കി ഞങ്ങളും റെഡിയായി ദർശനത്തിന് പോകും. മറ്റുള്ള അമ്പലങ്ങളിലെ പോലെ ഒരു കൃത്യസമയമോ കൃത്യസ്ഥലമോ ഒക്കെ കുഞ്ഞുണ്ണിനില്ലല്ലോ. നമുക്ക് മുന്നിലെ നിരയിൽ ഇരിക്കാൻ സാധിച്ചാൽ ഭഗവാൻ അടുത്ത് വരാൻ യോഗമുണ്ടെങ്കിൽ ചോറ് കൊടുക്കും, അല്ലെങ്കിൽ ഇല്ല. അതാണല്ലോ അവിടുത്തെ ചിട്ട. അപ്പൊ ഒരു തട്ടത്തിൽ ഒരു ബൗളില് ചോറ്, വേറൊരു ബൗളില് ഭഗവാന്റെ തൃക്കരം കഴുകാൻ വെള്ളം, പിന്നെ കരം തുടയ്ക്കാനായിട്ടൊരു ടവല്, കുറച്ച് അക്ഷതം, ഇതൊക്കെ ആയിട്ട് ഒരു വലിയ താളത്തിൽ വെച്ചാണ് പോകുന്നത്. അന്നത്തെ ദിവസം ദർശനത്തിൽ ഫസ്റ്റ് റോയിൽ ഇരിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ചോറ് കൊടുക്കുക എന്നുള്ള സംഭവം നടന്നതും ഈ സന്നാഹങ്ങളൊക്കെ ആയിട്ട് ലഭ്യരായിട്ട് തലകുനിച്ച് എല്ലാവരും നോക്കും. കുഞ്ഞിനെയും കൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതുകൊണ്ട് എല്ലാവരും ഒന്ന് നോക്കും. അവരുടെയൊക്കെ മുന്നേ കൂടെ സങ്കടത്തിൽ വളരെ തല കുനിച്ചാണ് സത്യം പറഞ്ഞാൽ എന്നും തിരിച്ച് റൂമിലോട്ട് പോകുന്നു. അന്ന് വൈകുന്നേരവും ശ്രമിച്ചു. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ 3 മണിക്ക്. അപ്പോഴും നടന്നില്ല. എന്തിനു പറയുന്നു, ഈ 6 ദിവസവും, അതായത് 12 പ്രാവശ്യം ഇതുപോലെ ചോറ് വെച്ച് റെഡിയായി ഫ്രണ്ട് റോയിൽ നിന്ന് ഭഗവാനെ കൊണ്ട് ചോറ് കൊടുപ്പിക്കാനായിട്ട് ശ്രമിച്ചു. നടന്നില്ല. ഒടുവിൽ 7-ാമത്തെ ദിവസം അന്ന് രാവിലെ ഞങ്ങൾ റെഡിയാവുകയാണ്. പ്രാർത്ഥിക്കാനാണല്ലോ. ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും ഒക്കെ പ്രാർത്ഥിക്കുക. ഭഗവാന് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട്, ഞങ്ങളുടെ ആഗ്രഹമാണ് നീ നിറവേറ്റി തരണം എന്ന് പറഞ്ഞ് എല്ലാവരും കൂട്ടപ്രാർത്ഥനയാണ് സത്യം പറഞ്ഞത്. അപ്പം ഞങ്ങള് അന്ന് ഉച്ചയ്ക്ക് തിരിച്ചു വരേണ്ട ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അത് ലാസ്റ്റ് ചാൻസ് ആണ്. അപ്പൊ അന്നും ഇതുപോലെ ഈ സന്നാഹങ്ങളൊക്കെ ആയിട്ട് ചെന്നു. ഫ്രണ്ട് റോയിൽ ഇരിക്കാൻ സാധിച്ചില്ല. പക്ഷേ ഭഗവാന്റെ കരുതൽ കാരണം അവിടെ നിന്ന് ഒരു വോളണ്ടിയർ, സേവാദൾ എന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് നല്ല പരിചയമുള്ള സേവാദളാണ്. എപ്പോഴും പോകുമ്പോൾ കാണാറുള്ളതാണ്. പുള്ളിക്കാരി ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, വളരെ കർക്കശക്കാരിയാണ്. ആരോട് ഒരു അനുകമ്പം കാണിക്കാത്ത ഒരു ലേഡിയാണ്. പുള്ളിക്കാരിക്ക് എന്തോ ഇത്രയും ദിവസം ഞാനിങ്ങനെ വരുന്നത് കണ്ടിട്ട് ഒരു അനുകമ്പം തോന്നി. ഭഗവാൻ തോന്നിപ്പിച്ചു. ഞങ്ങളെ, എന്നെയും കുഞ്ഞിനെയും ഫ്രണ്ട് റോയിൽ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിരുത്തി. അപ്പോഴനുഭവിച്ച സന്തോഷം എന്ന് പറഞ്ഞാല് എനിക്ക് അന്നും വർണ്ണിക്കാൻ പറ്റില്ല, ഇനി ഇപ്പോഴും വർണ്ണിക്കാൻ പറ്റില്ല. കാര്യം ഇത് ഭഗവാന്റെ ഇച്ഛ. അവിടെ ഇരുത്തിയത് കൊണ്ട് എനിക്കൊരു 100% ഉറപ്പായിരുന്നു ഇപ്രാവശ്യം ഭഗവാൻ ചോറ് കൊടുക്കും. അങ്ങനെ ഭഗവാൻ ഇറങ്ങി വരും. അന്ന്
നമ്മുടെ ഇന്റർവ്യൂ അന്ന് സായി കുൽവന്ത് ഹാളൊന്നുമില്ല, അവിടെ മണ്ണാണ്. 90-ലാണ്, 1990. അപ്പം ഭഗവാൻ ഇന്റർവ്യൂ റൂമിന്റെ അതുവഴിയാണ് ഇറങ്ങി വരുന്നത്. അപ്പൊ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യമുണ്ട്. ഈ ദിവസങ്ങളിൽ അത്രയും ഈ വെയിലത്തും കാറ്റത്തും ഒക്കെ ഈ കുഞ്ഞിനെ മണിക്കൂറുകളോളം ഇരുത്തിയിട്ടും ഇവൻ കരയുകയോ മൂത്രമൊഴിക്കുകയോ ഒന്നും ചെയ്തില്ല. അതും ഭഗവാന്റെ ഒരു അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. ദർശന സമയമായി. സ്വാമി ഇന്റർവ്യൂ റൂമിലൂടെ ഇറങ്ങി വരികയാണ്. അപ്പോ സ്വാമി അങ്ങനെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നടന്നു വന്നാൽ ഞാനും കുഞ്ഞു ഇരിക്കുന്ന സ്ഥലത്തോട്ട് തന്നെ വരും. പക്ഷെ സംഭവിച്ചത് മറ്റൊന്നാണ്. സ്വാമി കുറച്ച് നടന്നു ഫ്രണ്ടിലോട്ട് വന്നിട്ട് നേരെ തിരിഞ്ഞ് ജെൻസിനടുത്തോട്ട് പോകാൻ നോക്കി. പോയി നടന്നു കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ കൺട്രോൾ എല്ലാം പോയി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിളിച്ചു, സ്വാമീന്ന് വിളിച്ചു. ഉറക്കല്ല, മനസ്സിലാണ്. പക്ഷെ പൊന്നു തമ്പുരാൻ ആ സെക്കൻഡിൽ തന്നെ തിരിഞ്ഞു നിന്ന് എന്റെ അടുത്തേക്ക് നടന്നു. കുടുകൂടെ കണ്ണുനീരൊഴുക്കിയിരിക്കുന്ന എനിക്ക് പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. എങ്ങനെയാണ് ഭഗവാൻ മോന് ചോറ് കൊടുത്തതെന്നും അറിയില്ല. പക്ഷെ ഇതിനിടയിൽ പാദ നമസ്കാരം എടുത്തു. പിന്നെ ചോറ് കൊടുത്തു കഴിഞ്ഞ് സ്വാമി കൈ കഴുകി ടവല് തുടച്ചതിന് ശേഷം ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു, സ്വാമി. അപ്പോഴും സ്വാമിയെ കാണാൻ പറ്റുന്നില്ല, മായ എന്നെ മറച്ചു കളഞ്ഞു കണ്ണുനീര് കൊണ്ട്. സ്വാമി, ഇവൻ 28 ഉണ്ട്, അന്ന് മോതിരം വിഴുങ്ങിയവനാണ്. ഇവനെ ഒന്ന് അനുഗ്രഹിക്കോ സ്വാമി, മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ്. ആ സമയം തന്നെ ഭഗവാന്റെ വലത് തൃക്കൈ മോന്റെ തലയ്ക്ക് മുകളിൽ ഒന്ന് വീശി ഇങ്ങനെ. ആ സമയം വിഭൂതി കൊണ്ട് അഭിഷേകം നടത്തി. കുഞ്ഞിന്റെ തലയിലും ദേഹത്തും എന്റെ സാരിയിലും ഒക്കെ വിഭൂതി. അന്ന് ഞാൻ ഉടുത്തിരുന്ന 35 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഉടുത്തിരുന്ന ആ സാരിയാണ് ഇത്. ഭഗവാന്റെ വിഭൂതി വീണ സാരി ഞാൻ വളരെ പവിത്രമായി സൂക്ഷിച്ചു വെക്കും. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ മാത്രമേ അത് ഉപയോഗിക്കാറുള്ളൂ. അങ്ങനെ ഭഗവാന്റെ കയ്യിൽ നിന്ന് ആദ്യമായി ചോറുണ്ണണമെന്ന് വിചാരിച്ച് കുഞ്ഞാണെങ്കിലും അതിന്റെ ഉള്ളിലുണ്ടായിരുന്നിരിക്കുമല്ലോ. ഇത്രയും ത്യാഗം സഹിച്ച് ഇരുന്ന കുഞ്ഞിനെ ഭഗവാൻ ആവോളം അനുഗ്രഹിച്ചു. അതുകൊണ്ടും തീർന്നില്ല. അവിടെ നിന്ന് ഭഗവാൻ നേരെ പോയത്, ഇത് നോക്കണം, 20 വർഷം, അതായത് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഓങ്കാരവും സുപ്രഭാതവും അഷ്ടോത്തരവും ഒക്കെ പറയുന്ന എനിക്കൊരു പാദ നമസ്കാരത്തിന് വേണ്ടി 20 വർഷം കാത്തിരിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അരികത്തൊന്ന് ഭഗവാനെ കാണാൻ പോലും എത്രയോ പ്രാവശ്യം പുട്ടപ്പുറത്തി പോയിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും അടുത്ത് വെച്ച് കാണാനോ ഭഗവാന്റെ പാദ നമസ്കാരം കിട്ടാനോ സാധിച്ചിട്ടില്ല. പക്ഷേ ഈ കുഞ്ഞു മോൻ കാരണം എനിക്ക് അതിന് സാധ്യമായി. അവിടെ നിന്ന് ഭഗവാൻ നേരെ പോയത്, അന്ന് വേറെ ആരുടെ അടുത്തോട്ട് പോയിട്ടില്ല, നേരെ പോയത് ജെൻസിന്റെ അടുത്ത്, ഹസ്ബൻഡിന്റെ അടുത്തോട്ട്. അവിടെ ചെന്ന് ഹസ്ബൻഡിന്റെ ഫ്രണ്ടിൽ നിന്നു കൊടുത്തു. പാദ നമസ്കാരം എടുത്തുള്ളൂ എന്നുള്ള അർത്ഥത്തിൽ നിന്നു കൊടുത്തു. പാദ നമസ്കാരം എടുത്തു. ഹസ്ബൻഡിന്റെ അനിയനും പാദ നമസ്കാരം എടുത്തു. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, 20 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വന്നു എനിക്കൊരു പാദ നമസ്കാരം കിട്ടാൻ. അദ്ദേഹത്തിന് വെറും 6 മാസം കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹവും പാദ നമസ്കാരവും കിട്ടി. ഇതാണ് നമുക്കൊരു വിചാരമുണ്ട്, നമ്മൾ ഭഗവാന്റെ തൊട്ടടുത്ത ഇത്രയും വർഷം പഴക്കമുള്ള ഒരു ഡിവോട്ടിയാണ്. ഇപ്പൊ 55 വർഷത്തോളമായി ഞാൻ ഡിവോട്ടിയാണ്. പക്ഷെ ഞാനന്ന് ദൂരെയായിരുന്നു. എന്റെ ഹസ്ബൻഡ് 6 മാസത്തിന് മുമ്പാണ് ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതെങ്കിലും അദ്ദേഹം ഭഗവാനോട് അടുത്തായിരുന്നു. അതുകൊണ്ടാണല്ലോ, അതാണ് നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇങ്ങനെ ഒക്കെ ആണെങ്കിലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് സ്വാമി ഇങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തന്ന് നമ്മളെങ്ങനെ തൃപ്തിപ്പെടുത്തി സന്തോഷിപ്പിക്കാൻ മാത്രം വന്നതല്ല. ഇങ്ങനെ എല്ലാം സാധിച്ചു തന്ന് ഒടുവിൽ നമ്മൾ ആഗ്രഹങ്ങൾ ഇല്ലാത്തവരായി മാറി മോക്ഷപ്രാപ്തി നേടിത്തരിക. അതാണ് ഭഗവാന്റെ പരമമായ ലക്ഷ്യം. അത് നമ്മൾ എപ്പോഴും ഓർക്കണം. പരീക്ഷണങ്ങളിൽ തീർച്ചയായും തളരാതെ മുന്നോട്ട് പോകണം. ജയ് സായിരാം.
മനോഹരം. സായിരാം വളരെ ഗംഭീരായി. ఈనాటి విద్యను నేను నేటి విద్యలు తెలివి తేటలనే పెంచే కొంచెమైన గుణము పెంచబోదు. The modern education will help you more and more to be more and intelligent, but it will not improve your character. కోటి విద్యలుండి గుణము లేకున్నచో ఫలమదేమి వాణి విలువదేమి విలువదేమి విలువదేమి. With all forms of knowledge, without character, what is the use of it? What is the value of that education? ఈ తెలివితేటలు దేని నిమిత్తమే మనకు అవసరం వస్తాయి? Why do you need this intelligence? ఇవి పరులను వంచే నిమిత్తము, To cheat others, స్వార్థాన్ని పోషించుకునే నిమిత్తము, to sustain your selfishness, స్వప్రయోజనాన్ని అనుభవించే నిమిత్తము to experience self-interest. ఇవి ఉపయోగిస్తున్నాయి. కానీ దేశమునకు కానీ సమాజమునకు కానీ తన యొక్క విద్యా విధానం ఏమాత్రం కూడాను అనుకూలపడటం లేదు. The education system helps you to serve your own personal needs and selfish interests. It doesn't help anyway the progress నిత్య of this జీవితంలో country. ఉపయోగపడినటువంటి విద్యలు ఇది ఉపయోగపడేటువంటివి ఏమాత్రము కాదు. This type of education will not help you. It is useless. ఆదర్శవంతమైనటువంటి యొక్క పౌరులుగా మీరు రాణించాలి. You should shine as ideal citizens. ఉత్తమ ఆదర్శములుగా కావాల్సినటువంటి విద్యార్థులు ఈనాడు ఉత్తమ ఆశలకు బయలుదేరుతున్నారు. Instead of molding yourselves as noble ideal students, you entertain desire. ఆశలు కాదు మనకు ప్రధానమైనటువంటి ఆశయాలు మనకు అవసరము. It's not the desire, it is the ideal that's more important. ఉత్తమ చింతనతో జీవించవలసినటువంటి విద్యార్థులు ఈనాడు సంకుచితమైన భావముతో సంచరిస్తూ ఉంటున్నారు. Students who should live with all noble thoughts, they entertain narrow thoughts. విద్యార్థులు ఎందుకును మానవత్వం అనేది ఏమిటో వారికి అర్థం లేకుండా తెలిసి లేకుండా పోతుండాలి. Students do not understand what the human quality is. నేను మానవుడిని మాత్రం చెప్పుకుంటున్నాడు కానీ మానవ అంటే ఏమిటి దీని అర్థం అనేది కూడాను వానికి తెలియటం లేదు. He declares himself as a human being, Manava, without knowing the meaning. ది ప్రాపర్ స్టడీ ఆఫ్ మ్యాన్కైండ్ ఇస్ మ్యాన్ అని అనగా త్రిగుణముల యొక్క ఏకత్వమే, మనస్సు వాక్కు క్రియల యొక్క ఏకత్వమే మానవత్వం అనేటువంటి సత్యాన్ని ఈనాడు ప్రబోధించాలి. The human value lies in the unity, the harmony between thought, word and deed. സായിരാം. സൈറാം ശശിയല്ല ഒരു ഭജന പാടിക്കോളൂ. സായിരാം. രാധേ ഗോവിന്ദ കൃഷ്ണ മുരാരി, രാധേ ഗോവിന്ദ കൃഷ്ണ മുരാരി, ജയ സായി മുകുന്ദ മുരാരി, ജയ സായി മുകുന്ദ മുരാരി, രാധേ ഗോവിന്ദ കൃഷ്ണ മുരാരി. നന്ദായ നന്ദ രാധേ ഗോവിന്ദ, നന്ദാനന്ദ രാധേ ഗോവിന്ദ, രാധേ ഗോവിന്ദ സായി മുകുന്ദ, രാധേ ഗോവിന്ദ സായി മുകുന്ദ, സായി മുകുന്ദ മുരാരി, ജയ സായി മുകുന്ദ മുരാരി, രാധേ ഗോവിന്ദ കൃഷ്ണ മുരാരി, ജയ സായി മുകുന്ദ മുരാരി, രാധേ ഗോവിന്ദ കൃഷ്ണ മുരാരി. നന്ദാനന്ദ രാധേ ഗോവിന്ദ, രാധേ ഗോവിന്ദ സായി മുകുന്ദ, സായി മുകുന്ദ മുരാരി, സത്യ സായി മുകുന്ദ മുരാരി, രാധേ ഗോവിന്ദ കൃഷ്ണ മുരാരി. സായി സായിരാം, സായി ഉപമ.
ഈശ്വരശക്തി രക്ഷിക്കുകയും മുക്തി നൽകുകയും ചെയ്യുന്നു. അത് അഹങ്കാരത്തിന്റെയും ആത്മരോധനത്തിന്റെയും എതിരെയുള്ള രക്ഷാകവചമാണ്. നിങ്ങൾ ഈശ്വര രൂപത്തിൽ നിങ്ങളുടെ അന്തർദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് കൃത്യനിഷ്ഠയോടെ ഈശ്വരനാമം ജപിക്കുമ്പോൾ പല പ്രതിസന്ധികളും ദുശ്ചിന്തകളും ദുർമോഹങ്ങളും നേരിടേണ്ടി വരും. അവയെ നിരാകരിച്ചുകൊണ്ടും നിസ്സാരമായി കണ്ടുകൊണ്ടും നിങ്ങൾ മുന്നോട്ടു പോകണം. നിങ്ങളുടെ ശീലങ്ങളെ ശക്തമാക്കുക, അച്ചടക്കത്തിൽ ഉറച്ചു നിൽക്കുക, നിങ്ങളുടെ ആന്തരികമായ ആരാധന മെച്ചപ്പെടുത്തുക, നല്ലവരും സത്തുക്കളുമായവരായ ആളുകളുമായി സൗഹൃദം പുലർത്തുക. ഇണക്കമില്ലാത്ത ഒരു കാളയെ മൂക്കിൽ കയറിട്ട് ഇണക്കേണ്ടതുണ്ട്. അതിന്റെ മൂക്കിൽ തുളയിട്ട് കയറുകൊണ്ട് കെട്ടുന്നു. അതിനെ വണ്ടിയിൽ കെട്ടി ഭാരങ്ങൾ വലിക്കുവാൻ പരിശീലിപ്പിച്ചുകൊണ്ട് യജമാനനെ അനുസരിപ്പിക്കുന്ന ഒരു വേലക്കാരനായി മാറ്റുന്നു. അതുപോലെ നിങ്ങളുടെ സ്വഭാവത്തിൽ അച്ചടക്കം വരുത്തി നിങ്ങൾ സ്വയം നിയന്ത്രിക്കേണ്ടതാണ്. ജയ സായിരാം. സായിരാം. ശാന്തി മന്ത്രം. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.